നമ്മളെല്ലാവരും നല്ല പെർഫെക്റ്റ് സോണിലാണ് നിൽക്കുന്നത് എന്നറിയുന്നവർ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഞാൻ നല്ല കംഫർട്ട് സോണിൽ ആണോ? നമുക്കൊരു ചെറിയ കഥയിൽ കൂടി ഒന്ന് കടന്നു പോകാം. എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു ജീവിയാണല്ലോ തവള. ബൈബിളിൽ തവളയെപ്പറ്റി പറയുന്ന ഭാഗങ്ങളുണ്ട്. ഫറവോന്റെ കൊട്ടാരത്തിൽ തവളയെ ഒരു ബാധയായി അയച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 2 മുതൽ 14 വരെ അത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വെളിപ്പാട് 16-ന്റെ 13-14 വാക്യത്തിൽ തവളയെ ഒരു ദുരാത്മാവിനോട് ഉപമിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനിവിടെ പറയുന്നത് ഇതൊന്നുമല്ല. അതിൻ്റെ സ്വഭാവത്തെ നാം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുവാൻ സാധിക്കും. തവളയെ നല്ല ചൂട് വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഓടിച്ചാടി രക്ഷപ്പെടും. എന്നാൽ തണുത്ത വെള്ളത്തിലേക്ക് ഒരു തവളയെ ഇടുകയാണെങ്കിൽ അത് ചാടിപ്പോകത്തില്ല. അതൊരു കംഫർട്ട് സോണാണെന്നും പറഞ്ഞുകൊണ്ട് അത് അതിൽ തന്നെ കിടക്കും. എന്നാൽ പതിയെ ആ വെള്ളത്തിനെ ഒന്ന് പതുക്കെ ചൂടാക്കി വരികയാണെങ്കിൽ ആ വെള്ളം ചൂടാകുന്നതനുസരിച്ച് തവള തൻ്റെ ശരീരത്തിൻ്റെ താപനില അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അതിന് വെള്ളത്തിൻ്റെ ചൂട് കൂടുമ്പോൾ ചാടിപ്പോകാൻ പറ്റില്ല. കാരണം തൻ്റെ ശരീരത്തിലുള്ള എനർജി പൂർണ്ണമായും വെള്ളത്തിൻ്റെ ചൂട് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് തൻ്റെ കംഫർട്ട് സോണിൽ നിലനിൽക്കുന്നതിനായി വിനിയോഗിച്ച് കഴിഞ്ഞു. ഇനി ഒരിക്കലും ആ തവളയ്ക്ക് രക്ഷപ്പെടാൻ ആകില്ല. അത് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ ചെറിയ ചൂട് അനുഭവപ്പെട്ട സമയത്ത് ചാടി രക്ഷപ്പെടണമായിരുന്നു. ഇത് അതിന് ശ്രമിക്കാതെ അതിജീവിക്കാൻ തൻ്റെ ശരീരത്തിലുള്ള സകല ഊർജവും നഷ്ടമാക്കി കളഞ്ഞു. തന്മൂലം തൻ്റെ ജീവൻ നഷ്ടമായി. ഇതുപോലെയാണ് ചില ജീവിതങ്ങൾ. അലസത, മടി, ആകുല ചിന്ത, അഹങ്കാരം, വെറുപ്പ്, അസൂയ ഇതൊക്കെയും ഉള്ളിൽ വെച്ച് ഈ ചൂട് പല തരത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കും. തന്മൂലം ഇപ്പോൾ അവർ കംഫർട്ട് സോണിലാണ് എന്ന് കരുതും. പക്ഷേ അവരുടെ ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. സമയവും കാലവും ഒന്നും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. അത് അതിൻ്റെ കാലചക്രം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കും. ഇനി സമയം പാഴായിട്ടില്ല, കാലം ഇനിയുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക. വെള്ളം ചൂടായി തിളയ്ക്കുന്നതിന് മുൻപ് അതിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ തവളയ്ക്ക് തൻ്റെ ജീവനെ നശിപ്പിക്കാതെ നന്നായി പോകാമായിരുന്നു. എന്നാൽ കംഫർട്ട് സോണാണെന്ന് കരുതി അതിൻ്റെ ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അതിനെ നാശത്തിലേക്കാണ് നയിച്ചത്. ചിലപ്പോൾ നമ്മൾ കംഫർട്ട് സോണാണെന്ന് കാലം തെളിയിച്ചു തരും. പലതും അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഒന്നു പറയാതിരിക്കാൻ കഴിയില്ല. ചില കാര്യങ്ങൾ ചില മനുഷ്യർ അനുഭവിച്ചേ പഠിക്കൂ. ഒരാൾ തനിക്ക് കംഫർട്ട് സോണായ ഒരു സാഹചര്യം സ്വയം കണ്ടെത്തുക. അത് തകർക്കാൻ ശ്രമിക്കുന്നവരെ മനസ്സിലാക്കി അകറ്റി നിർത്തുക. എന്നാൽ ജീവിതം ധന്യപൂർണ്ണമായി തീരും. ബൈബിളിലെ ഒരു വചനം കൂടി ഞാൻ പറയട്ടെ. സഭാപ്രസംഗി 12-13 എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.